ഏറ്റവും കുറവിനല്ല, ഫീസ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് പഠിക്കാം. അത് എത്ര പേർക്കറിയാം? ഫീസ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് നഴ്സിംഗ് പഠിക്കാം. നഴ്സിംഗ് പഠിക്കാൻ ഏറ്റവും കുറഞ്ഞ ഫീസ് എവിടെയാണ്? നഴ്സിങ്ങിന് ഫീസ് ഇല്ലാതെയും പഠിക്കാം. 3.5 ലക്ഷം രൂപ കൊടുത്ത് 4 ലക്ഷം രൂപ കൊടുത്തിട്ട് യൂറോപ്പിലാണെങ്കിലും ജോർജിയ പോലുള്ള കൺട്രികളൊക്കെ നഴ്സിങ്ങിന് പഠിക്കുന്നവരോട് നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾക്ക് അവിടെ ഒരു ജോലി സാധ്യതയും കൂടെ നോക്കിയിട്ട് പഠിക്കുക. നിങ്ങൾ പഠിക്കാൻ പോകുന്ന കൺട്രി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറഞ്ഞ ചിലവ് നോക്കി പോയാൽ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. കുറഞ്ഞ ചിലവിന് നല്ല ഫീസ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് പഠിക്കാം. നിങ്ങൾക്ക് അത്യാവശ്യം അക്കാഡമിക്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓസ്ട്രിയ എന്ന് പറഞ്ഞ കൺട്രിയിൽ നിങ്ങൾക്ക് ഫ്രീ നഴ്സിംഗ് പഠിക്കാൻ ഓപ്ഷൻ ഉണ്ട്. മേ ബി അവരുടെ സ്കോളർഷിപ്പ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ സ്റ്റൈഫൻഡും വരെ കിട്ടിയേക്കാം. അപ്പോൾ ഓസ്ട്രിയയിൽ കോൺട്രിബ്യൂഷൻ ഫീസ് മാത്രം അടച്ചുകൊണ്ട് ഏകദേശം 373 യൂറോ, ഏകദേശം ഒരു 40,000 ഇന്ത്യൻ റുപ്പീസ് നിങ്ങൾക്ക് കോൺട്രിബ്യൂഷൻ ഫീസായി കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാവുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത്തരം ഓപ്ഷൻസുകളൊക്കെ എപ്പോഴും നിങ്ങൾ നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ സെൽഫ് ഫണ്ടഡ് ഓപ്ഷൻസുകൾക്ക് പോവുക. ഓസ്ട്രിയക്ക് ആകുമ്പോൾ നിങ്ങൾക്ക് നെയ്ബറിംഗ് കൺട്രി ആയിട്ടുള്ള ജർമ്മനി ഒരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ നിങ്ങൾ അവിടുത്തെ ലാംഗ്വേജ് പഠിക്കണമെങ്കിൽ ലോക്കൽ ലാംഗ്വേജ് നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ പ്ലസ് ജർമ്മനും കൂടെ പഠിക്കാനാണെങ്കിൽ അവിടെ ഒരു സെറ്റിൽമെൻറ്റിനെ നിങ്ങൾക്ക് നോക്കാം. ഈ മറ്റു കൺട്രികളിലൊക്കെ നോക്കും. ഇപ്പോൾ 3.5 ലക്ഷം രൂപ കൊടുത്തിട്ട് ഈസ്റ്റ് യൂറോപ്യൻ കൺട്രിയിൽ പഠിക്കുന്ന നേരം കൂടെ നിങ്ങൾക്ക് അത് വെറുത്താവണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് യൂറോപ്പ് നോക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഏകദേശം ആ ഫീസിൽ തന്നെ പഠിക്കാൻ പറ്റുന്ന വേറെയും കൺട്രികളുണ്ട്. ഇപ്പോഴും ഒരു കൺട്രി പ്രിഫറൻസ് കൊടുക്കുന്നത് നല്ലത്. അല്ലാതെ ഏറ്റവും കുറഞ്ഞ ചിലവ് നഴ്സിംഗും പറഞ്ഞിട്ട് എല്ലായിടത്തും നഴ്സിംഗ് ഒരേ ക്വാളിറ്റി അല്ല. നിങ്ങളൊരു സ്റ്റഡി എബ്രോഡ് പ്ലാൻ ചെയ്യുമ്പോൾ ആദ്യം നിങ്ങളുടെ കോഴ്സ്, രണ്ടാമത്തത് നിങ്ങളുടെ കൺട്രി, പിന്നെ നിങ്ങളുടെ ബഡ്ജറ്റ്. കോഴ്സ് നിങ്ങൾ ഫൈനലാക്കി അതിന് പറ്റിയ കൺട്രി തന്നെ തിരഞ്ഞെടുക്കണം. നഴ്സിംഗ് ആണെങ്കിലും MBBS ആണെങ്കിലും. ഇപ്പോൾ ഓസ്ട്രിയയുടെ ഒക്കെ പ്രോസസ്സിംഗ് എന്ന് വെച്ചാൽ നേരെ ലിസ്റ്റ് തുടങ്ങുമ്പോൾ ഫസ്റ്റ് കം ഫസ്റ്റ് പ്രിഫറൻസ് ആണ്. നേരത്തെ തുടങ്ങും, നേരത്തെ ക്ലോസ് ചെയ്യും. ഏകദേശം ഒരു 10 മാസം മുമ്പ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് ഫ്രീ എഡ്യൂക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടാനുള്ള ഓപ്ഷനുള്ളൂ. അതിനുള്ള പ്രോസസ്സിങ്ങും സ്റ്റെപ്പായിട്ടാണ് നടക്കുക. എല്ലാ 2 മാസം കൂടുമ്പോഴാണ് ഓരോരോ പേപ്പറുകൾ ഇറങ്ങുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് വിസ ഡോക്യുമെന്റേഷൻ ആണെങ്കിലും ഒരു ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഡിപ്പാർച്ചറൊക്കെ പ്ലാൻ ചെയ്യാം. അതിന് 10 മാസം മുമ്പേ തുടങ്ങണം. ഇപ്പോൾ അതിൻ്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ DM ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ മെൻഷൻ ചെയ്താൽ മതി. സോ താങ്ക് യു.